നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 1. അങ്ങനെ ഇന്നു മുതൽ നമ്മൾ ഒരു പുതിയ കലണ്ടർ മാസത്തിലേക്ക് എൻ്റർ ആവുകയാണ്. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ഡെവലപ്മെന്റ്സുകൾ കാര്യമായിട്ടുള്ളതൊന്നും തന്നെ സംഭവിച്ചിട്ടുമില്ല. ആകെ വരുന്ന ഒരു അപ്ഡേറ്റ്സ് ഇറാനുമായിട്ടുള്ള കരാർ വ്യവസ്ഥകൾക്ക് കൂടുതൽ കർക്കശമാക്കാൻ US പ്രസിഡന്റ് ട്രംപ് ശ്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് മാത്രമേ വരുന്നുമുള്ളൂ. ആയതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ വീണ്ടും വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ എണ്ണയുടെ വിലയിൽ ഉയർച്ച അനുഭവപ്പെടുന്നുമുണ്ട്. എന്നാൽ ഇന്ന് രാവിലെയോടുകൂടി ഇറാന്റെ IRGCയുടെ ഭാഗത്ത് നിന്നും 28 കപ്പലുകളെ ഹോർമൂസ് കടലിടുക്ക് വഴി തങ്ങൾ കഴിഞ്ഞ ദിവസം കടത്തിവിട്ടു എന്നുള്ള പ്രസ്താവന വരികയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട ഏപ്രിൽ മാസത്തെ ഡൊമസ്റ്റിക് എയർ ട്രാഫിക്കില് ഡിമാൻഡിലുണ്ടായ വീക്ക്നെസ്സിനെ തുടർന്ന് 4.2% ഇടിവ് രേഖപ്പെടുത്തി. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം നിഫ്റ്റിക്കിനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 23,800 തുടർന്ന് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലും അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതേസമയം നിഫ്റ്റിയിൽ ഇന്നൊരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 23,400, 23,250 എന്നീ ലെവലുകൾ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ലെവലുകൾ നിഫ്റ്റി ഇന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ സെല്ലിംഗ് പ്രഷർ വർദ്ധിപ്പിച്ചുകൊണ്ട് ബിയേഴ്സ് അവരുടെ ഗ്രിപ്പ് ടൈറ്റൻ ചെയ്യാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ആഴ്ചയിൽ ഗ്ലോബലിയും ഡൊമസ്റ്റിക്കലിയും പ്രധാനപ്പെട്ട കാര്യമായ ഇവന്റുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഈ ആഴ്ച ഡൊമസ്റ്റിക്കലിയും ഗ്ലോബലിയൊക്കെ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഇവന്റുകൾ ഉണ്ട് താനും. ഇന്ന് ഇന്ത്യയിൽ നിന്നും രാവിലെ 10:00 മെയ് മാസത്തെ HSBC മാനുഫാക്ചറിംഗ് PMI ഫൈനൽ ഡേറ്റയുടെ റിലീസ് നടക്കാനുണ്ട്. പിന്നീട് വൈകുന്നേരം 4 മണിയോടുകൂടെ ഏപ്രിൽ മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെയും മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഡേറ്റകളുടെയും റിലീസും നടക്കാനുണ്ട്. പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ രാവിലെ 7:15 ചൈനയിൽ നിന്നും മെയ് മാസത്തെ റേറ്റിംഗ് ഡോഗ് മാനുഫാക്ചറിംഗ് PMI ഡേറ്റയുടെ റിലീസ് ഉണ്ട്. വൈകുന്നേരം 7:30 US നിന്നും മെയ് മാസത്തെ ISM മാനുഫാക്ചറിംഗ് PMI ഡേറ്റയുടെ റിലീസും നടക്കാനിരിക്കുന്നു. MSI റീബാലൻസിംഗിനെ തുടർന്നും IMDയുടെ ഭാഗത്ത് നിന്നും ഇന്ത്യയുടെ മൺസൂണ് 92% നിന്നും വെട്ടിക്കുറച്ചുകൊണ്ട് 90% അനൗൺസ്മെന്റ് വന്നതിനെ തുടർന്നും മാത്രമല്ല വെള്ളിയാഴ്ചത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമ്മൾ കണ്ട മറ്റുള്ള കാരണങ്ങൾ മൂലവും ഇന്ത്യൻ മാർക്കറ്റിന് ശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മാത്രമല്ല വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 21,105.86 കോടി രൂപയ്ക്ക് ഈ അടുത്ത കാലത്തെ ഏറ്റവും വലിയ സെല്ലിംഗ് ആണ് നടത്തുകയും ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 16,764.14 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടർന്നു. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ആക്സിസ് ബാങ്ക് ADRന് ഫ്ലാറ്റ് ആയിട്ടും ഡോക്ടർ റെഡ്ഡീസിന് 0.25%, HDFC ബാങ്ക് ADRന് 0.5%, ICICI ബാങ്ക് ADRന് 0.25%, നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ഇൻഫോസിസ് ADRന് 0.5%, വിപ്രോയ്ക്ക് 3%-അടുത്തും നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിൽ കണ്ടിരുന്നു ഇറാൻ US പീസ് ഡീലിനെ കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസത്തെ തുടർന്ന് US മാർക്കറ്റിലെ S&P 500നും നാസ്ഡാക്കിനും വെള്ളിയാഴ്ച വീണ്ടും ഫ്രഷ് റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചിരുന്നു. കൂടാതെ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചറും ഇന്ന് രാവിലെയും നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ഫ്രാൻസ് മാർക്കറ്റുകൾക്ക് നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ജർമ്മൻ മാർക്കറ്റിന് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 0.5%-ലേറെയും നേട്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 2.25%-ലേറെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 2.5%-ലേറെയും
ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ബ്രന്റ് ക്രൂഡിന്റെ വില $2.24 ഉയർച്ചയോടുകൂടി $93.36 എത്തിയപ്പോൾ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ $2.29 ഉയർച്ചയോടുകൂടി $89.65 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേർന്നു. ഗോൾഡിന്റെ വില ഫ്ലാറ്റ് ആയിട്ട് നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി $4,536.10 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ട്രേഡിംഗ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെ ടെക്നിക്കൽസുകൾ പരിശോധിക്കാം. വെള്ളിയാഴ്ച ഉണ്ടായ ശക്തമായ ഇടിവിനെ തുടർന്ന് നിഫ്റ്റിയുടെ PCR 0.53 എന്ന ലെവലിലേക്ക് അൾട്രാ ബെയറിഷ് ആയിട്ട് മാറിയിട്ടുണ്ട്. മാക്സ് പെയിൻ 23,800 എന്ന ലെവലിലേക്കും. കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടാക്കുവാൻ സാധിച്ച ശക്തമായ നേട്ടത്തെ തുടർന്ന് നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് മിഡ് ഡേ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും പിന്നീട് ചൊവ്വാഴ്ച മുതൽ 50-ഡേ EMAയിലുള്ള ഗ്രിപ്പ് നഷ്ടപ്പെടുകയും ചെയ്തു. എങ്കിലും ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് തുടർന്നിരുന്ന നിഫ്റ്റിക്ക് വെള്ളിയാഴ്ച ഉണ്ടായ ശക്തമായ ഇടിവിനെ തുടർന്ന് ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകളുടെ മുകളിലുള്ള ഗ്രിപ്പും നഷ്ടപ്പെട്ടു. മാത്രമല്ല RSIയിലും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 43.37 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. കൂടാതെ ഷോർട്ട് മിഡ് ഡേ മൂവിംഗ് ആവറേജുകൾ അവയുടെ ഡൗൺ ട്രെൻഡ് ആരംഭിക്കുകയും ചെയ്തു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 24,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. അതേസമയം 23,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 23,100 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. PNC ഇൻഫ്രാടെക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും 302.44 കോടി രൂപയുടെ പുതിയൊരു വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. സയന്റ് $218 മില്യൺ ടാവോ ഡിജിറ്റൽ സൊല്യൂഷൻസ് ഇങ്കിനെ ഏറ്റെടുക്കുന്നതിന് ഒരു അന്തിമ കരാറിൽ കമ്പനി ഏർപ്പെട്ടു. SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി മെയ് 29 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ശ്രീ രമേശ് വെങ്കിടേശ്വരമൂർത്തിയെ കമ്പനിയുടെ ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് നിയമിക്കുന്നതിന് ബോർഡ് അംഗീകാരം നൽകി. ലുപ്പിൻ, സോഡിയം സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ് ഗുളികകൾക്കുള്ള ചുരുക്കിയ പുതിയ മരുന്ന് ആപ്ലിക്കേഷന് US FDAയുടെ ഭാഗത്ത് നിന്നും അംഗീകാരം ലഭിച്ചു. ഹിന്ദുസ്ഥാൻ സിങ്ക് ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായും കീ മാനേജറിയൽ പേഴ്സണലായും ശ്രീ അമിത് ഗുപ്തയെ നിയമിക്കുന്നതിന് ബോർഡ് അംഗീകാരം നൽകി. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ ഫോർ കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. ഇന്റർഗ്ലോബ് ഏവിയേഷൻ കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 3,067.5 കോടി രൂപ പ്രോഫിറ്റിൽ നിന്നും ഇത്തവണ 2,536.9 കോടി രൂപയുടെ ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തതും. റവന്യൂവില് 1.3% നേരിയ വർധനവും രേഖപ്പെടുത്തി. NMDC പ്രോഫിറ്റിൽ 36%, റവന്യൂവില് 61.9% വർധനവ് രേഖപ്പെടുത്തി. ഗ്ലെൻമാർക്ക് ഫാർമ പ്രോഫിറ്റില് 65 മടങ്ങിന്റെ വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 4.65 കോടി രൂപയിൽ നിന്നും 301.4 കോടി രൂപയായിട്ട് വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 15.8% വർധനവും രേഖപ്പെടുത്തി. ഒലക്ട്ര ഗ്രീൻ ടെക് പ്രോഫിറ്റില് 164.4%, റവന്യൂവില് 43.6% വർധനവ് രേഖപ്പെടുത്തി. ഇനോക്സ് വിൻഡ് പ്രോഫിറ്റില് 51.1%, റവന്യൂവില് 2.4% ഇടിവ് റിപ്പോർട്ട് ചെയ്തു. ഏവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.